Hello, hi, dear friends. Welcome to Lakshmi Nayer's Travel Vlogs. നമ്മൾ ഇന്ന് ഇപ്പം നിൽക്കുന്നത് മാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. എങ്കിലും രാവിലെ തന്നെ ഇവിടെ അതായത് എനിക്ക് പോകാൻ പറ്റാണ്ട് ഞാൻ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ മുന്നിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് പബ്ബാസ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ. ഇത് ഐഡിയ ഓക്കെ, പബ്ബാസിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാ ദിവസവും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ കാണുന്ന കാഴ്ച ഇവിടം വരെ ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്, ഇറ്റ്സ് എ മൺഡേ. അതുകൊണ്ട് ഒരു തിരക്കുമില്ല. രാവിലെ കട തുറന്ന സമയത്ത് തന്നെ ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും കൂടി തീർത്തിട്ട് വേണം നമുക്കിനി ഉടുപ്പിയിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ യാത്ര ഉടുപ്പിയിലേക്കാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഐസ്ക്രീം ഗഡ്ബഡ് ഐസ്ക്രീം കഴിച്ചില്ലല്ലോ, അപ്പം അത് കഴിക്കാം. പിന്നെ എന്തെങ്കിലും സ്നാക്സോ ഷോർട്ട് ഈറ്റ്സൊക്കെ ഉണ്ടാവും, സാൻഡ്വിച്ചസൊക്കെ എന്താണെന്ന് നോക്കാം അവിടെ പോയിട്ട്. അപ്പോൾ ഇന്ന് തിരക്കില്ലാണ്ട് നമുക്ക് പബ്ബാസിൻ്റെ അകത്ത് കയറാം. ഓ ദൈവമേ, എന്തൊരു സന്തോഷം അറിയാം. ഇതിപ്പോൾ റോഡ് ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായി. റോഡൊക്കെ ബിസി ആയി തുടങ്ങി. ആക്ച്വലി ഞാൻ രാവിലെ തന്നെ പോകേണ്ടതാണ്. ഈ പബ്ബാസ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ മാംഗ്ലൂർ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ലൈക്ക് ഒരു ഫുഡ് ലവേഴ്സിന് പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സീ ഫുഡ് ലവേഴ്സ് ആണെങ്കിലും അതല്ല, വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി മെഡിക്കൽ കോളേജസൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെല്ലാം പഠിക്കാൻ വരുന്ന സ്ഥലം. പിന്നെ കേരളവുമായിട്ട് അടുത്ത് കിടക്കുന്നു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ആ ഭാഗത്ത് മഞ്ചേശ്വർ, അവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ ഇവിടെ വന്നു പോകാറുണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ. ശരിക്കും കുറച്ച് അണ്ടർ റേറ്റഡ് ആണെന്ന് ഒരു സംശയമുണ്ട്. ഇവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ, നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും അധികം ആൾക്കാർ വീഡിയോ ചെയ്തിട്ടില്ലാത്തത്. എന്തായാലും വളരെ സന്തോഷം. നല്ല 2-3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, ഉടുപ്പിയിലേക്ക്. അതിന് മുന്നേ ഈ കാര്യം കൂടി കഴിഞ്ഞ് പോകും. മറ്റത് ഇതേ ഈ റെയിലിങ്സിൻ്റെ അവിടെ എല്ലാം ആളാണ്. ഇങ്ങനെ നടന്ന് പോകുന്ന കാണാം ആൾക്കാർ. ക്യൂ. അപ്പോൾ വീക്കെൻഡ് വരാതിരിക്കുക കേട്ടോ, അതൊരു കാര്യമാണ്. ഇത് ഐഡിയലിൻ്റെ തന്നെയാണ്. ഇവരുടെ നമ്മൾ ഐഡിയൽ ഷോപ്പിൽ പോയി, കഫേയിൽ പോയിരുന്നു. പക്ഷെ പബ്ബാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാത്രമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ഇവരാണ് ഗഡ്ബഡ് ഐസ്ക്രീമിൻ്റെ ഉത്ഭവം ഈ ഐഡിയൽ പബ്ബാസിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എവറി ഡേ രാവിലെ 10-ന് തുറക്കും, 9 മണിക്ക് രാത്രി അടയ്ക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ 10 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ഓൾമോസ്റ്റ് ഫുള്ളായി. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ വെച്ച് ആരും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു 3/4 ഫുള്ളാണ്. ബാക്കി അവരൊരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് മുന്നേ ആൾക്കാർ വന്ന് ഇരുന്ന് കഴിഞ്ഞു, ഇൻക്ലൂഡിങ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക? കട്ട്ലറ്റ് സോ ആദ്യം കട്ട്ലറ്റ് എത്തിയിട്ടുണ്ട്. ചൂട് വെജ് കട്ട്ലറ്റ്. ഇവരുടെ കട്ട്ലറ്റൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ഒരു ചട്നി കൂടി തരും, സോസ് കൂടാണ്ട്. ഒരു കട്ട്ലറ്റിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. എനിക്ക് നമ്മുടെ കോഫി ഹൗസിലെ കട്ട്ലറ്റ് ഓർമ്മ വന്നു, അതിൻ്റെ കളറ് കണ്ടിട്ട്. എക്സലൻറ്റ്. പുറമെ നല്ല ക്രിസ്പി, അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റ്. നല്ലൊരു സ്റ്റാർട്ടർ ആയിക്കോട്ടെ. ഇതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഐസ്ക്രീം ഗഡ്ബഡ് പലതരം കഴിക്കുന്നുണ്ട്. പക്ഷെ രാവിലെ എങ്ങനെ ഐസ്ക്രീം കഴിക്കും? ഞാനും വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ബേസ്മെൻറ്റ് കൊടുക്കണമല്ലോ, അതിനാണ് കുറച്ച് സാൻഡ്വിച്ചും കട്ട്ലറ്റും ഒക്കെ കഴിച്ചിട്ട് ഐസ്ക്രീമിലേക്ക് കിടക്കും. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് ചട്നി ചീസ് സാൻഡ്വിച്ച്, അല്ലെങ്കിൽ ചട്നി ആൻഡ് വെജിറ്റബിൾ ചീസ് സാൻഡ്വിച്ച്. ഗ്രില്ല് ചെയ്തിട്ടാണ് വരുന്നത്. യമ്മി, അടിപൊളി. നല്ല ചീസ് ഇങ്ങനെ മെൽറ്റായി, കുറച്ച് വെജീസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ചട്നി തേച്ചിട്ടുമുണ്ട്. ഓക്കെ, ഗ്രിൽഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണെങ്കിൽ വെള്ളരിക്കയൊക്കെ ഉണ്ട് കേട്ടോ. ദിസ് ഇസ് അഗെയിൻ ഇത് ഗ്രില്ല് ചെയ്യാത്ത സാൻഡ്വിച്ച്. ചട്നി ആൻഡ് വെജ്. ഇത് ഒരു കോൾ സാൻഡ്വിച്ച് പോലെയാണ്. മറ്റത് ഗ്രിൽഡ് ആയിരുന്നു, അതായിരുന്നു ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ചീസ് എന്തായാലും മെൽറ്റ് ആവില്ലല്ലോ, ഗ്രില്ല് ചെയ്യുന്നതാണെങ്കിലും മെൽറ്റ് ആവും. ഇതും കൊള്ളാം. ഇറ്റ്സ് ഓൾസോ ഗുഡ്. കുക്കുംബർ, ടൊമാറ്റോ, സവാള, അത് ചീസ്, പെപ്പർ, ഇഷ്ടംപോലെ പെപ്പർ ഇട്ടിട്ടുണ്ട്. അടിപൊളി.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഗ്രീൻ ചട്നിയും തേച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പാസ് എന്ന് പറഞ്ഞാൽ പപ്പാസ് തന്നെയാണ്. അതാണ് ഇവിടെ ഇത്ര തിരക്ക്. സ്പെഷ്യൽ ഗഡ്ബഡ് എത്തി. ഒരു ചിറാമിസു ഐസ്ക്രീം കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 2 എണ്ണം എത്തിയിട്ട് അങ്ങനെ രാവിലെ തന്നെ ഐസ്ക്രീം കുറിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിക്കും. അപ്പോൾ മാംഗ്ലൂരിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, ഗഡ്ബഡ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഐഡിയൽ കഫേ ആൻഡ് പബ്ബാസ് ഇവരാണ് ഈ ഗഡ്ബഡ് ഐസ്ക്രീം പിന്നെ കൊണ്ടുവന്നത്. ഇതെങ്ങനെയോ ഈ ഗഡ്ബഡ് മീൻസ് അബദ്ധത്തിൽ പറ്റുന്നതെന്നാണോ, എങ്ങനെയോ മിക്സപ്പായി അബദ്ധമായി പിന്നെ അത് ഒരു ഫോമാറ്റിൽ അതൊരു ഫെലൂഡ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. 2-3 ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം വിത്ത് കുറച്ച് ജെല്ലി എല്ലാം കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഗഡ്ബഡ് കഴിച്ചില്ല എന്ന് വേണ്ട, നമ്മൾ മാംഗ്ലൂർ വന്നിട്ട് അതും പബ്ബാസിൽ നിന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഐഡിയൽ കഫേ. പിന്നെ ലോങ് സ്പൂണും ഐസ്ക്രീം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയവും കാലവും ഇല്ലാന്ന് മനസ്സിലായോ. രാവിലെ വേണമെങ്കിലും കഴിക്കാം. നല്ലൊരു ഫെലൂഡ കഴിക്കുന്ന പോലെ ഉള്ളൂ. ഇതിനകത്തും സേവ് ഉണ്ട്, ഫെലൂഡ സേവ്, ജെല്ലീസ്, കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഒന്നുമില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ താഴെ വരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഒച്ചയും ബഹളം ഉണ്ട് കേട്ടോ ചുറ്റും. സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, പിന്നെ ഒരു യെല്ലോ ഫ്ലേവറുണ്ട്. ഇവരുടെ ടിറാമിസു ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഒരു ടിറാമിസു കൂടി ഓർഡർ ചെയ്തത്. നമ്മുടെ ഗഡ്ബഡ് ഐസ്ക്രീം എന്ന് പറയുമെങ്കിലും എനിക്കിത് ശരിക്കും ഫെലൂഡായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. എക്സാക്ട്ലി സെയിം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രഷ് ഫ്രൂട്ട്സ് ഇല്ല, അതിനകത്ത് ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. 2-3 ഫ്ലേവറിൻ്റെ ഐസ്ക്രീം, മറ്റേ സേവ് പോലുള്ള കാര്യമുണ്ട്. എവറിത്തിങ് ഇഷ്ടം. കഷ്കശ് ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ. കറുത്ത കഷ്കശ്, സബ്ജ സ്വീറ്റ്സ് അത് കണ്ടില്ല. എക്സെപ്റ്റ് ഫോർ ദാറ്റ് നമ്മുടെ ഫെലൂഡയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വാവ്, അടിപൊളി. കഴിച്ച റെഡിയായി. അങ്ങനെ ഗഡ്ബഡ് കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് കടക്കുന്നു. വാവ്, തിറാമിസു ഐസ്ക്രീം. ഇപ്പോൾ ചോക്ലേറ്റ് ലെയറുണ്ട്, കേക്കിൻ്റെ ഒരു ലെയറുണ്ട്, കോഫിയുടെ ഒരു ലെയറുണ്ട്, എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ തിറാമിസു. ഓ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. ടു ഗുഡ്. കോഫി ഫ്ലേവേഴ്സും ചോക്ലേറ്റ് ഫ്ലേവറും ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടിനും കൂടെ കോമ്പിനേഷനാണ് തിറാമിസു. ഇത് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ബാംഗ്ലൂർ വരുമ്പോൾ തിറാമിസു ഐസ്ക്രീം മറക്കണ്ട. ഈ ഗഡ്ബഡ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഫെലൂഡ കഴിക്കുന്ന പോലെ ഉള്ളൂ. ദിസ് ഇസ് വേറെ ഒരു സംഭവമാണ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ ഒരു കേക്കിൻ്റെ ഒരു ലെയറും കുറേ നട്ട്സൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷേ ഗഡ്ബഡിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമായി. മസ്റ്റ് ട്രൈ. ഇതേപോലെ ചോക്ലേറ്റ് സോസ് ഉണ്ട്, അതിഗംഭീരം. വാവ്, അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐസ്ക്രീംസ് സാൻഡ്വിച്ച് ആൻഡ് കട്ട്ലറ്റ് പബ്ബാസിൽ നിന്ന് ഇറങ്ങുന്നു. ഇനി നമ്മൾ നേരെ ഉടുപ്പിയിലേക്കാണ് യാത്ര. റോഡ് സൈഡിലെ കച്ചവടമൊക്കെ സജീവമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലത്തെ സമയമല്ലേ. ഉടുപ്പി എത്താൻ ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ വേണ്ടി വരും. 1-1.5 മണിക്കൂർ. ഓക്കെ. നമ്മളിപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ച ഉടുപ്പിയിലെത്താൻ ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് മതി. പോകുന്ന വഴിക്കൊരു ബ്യൂട്ടിഫുൾ കാഴ്ച കാണിച്ചു തരാം. ദാറ്റ് ഈസ് എ ഹെറിറ്റേജ് ഹൗസ്. ഇത് അറിയപ്പെടുന്നതിന് ദി കാന്താര ഹൗസ് എന്നാണ്. കാന്താര സിനിമയിലെ
ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ്. അതിൽ കാണിക്കുന്ന വീടാണിത്, കാന്താര ഹൗസ്. ഇവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. വാവ്, എന്തൊരു ഷെയ്ഡായതിനകത്ത്. ഇപ്പോൾ ഈ നട്ട വീട്ടിലെ ഇത്ര ഞാനിങ്ങനെ ഉച്ചവെയിലും കൊണ്ട് വരുമ്പോൾ ഒരു പീസ്ഫുൾ ഫീലാണ്. ഇതാ നോക്കിയേ, വാവ്, നിറയെ മരങ്ങളും, കിളി, കുതിര, ഒരു ആമ്പൽക്കുളം, ദ ബ്യൂട്ടിഫുൾ വിൻറ്റേജ് കാർ. ഇത് നോക്കിയാൽ കുതിര സ്റ്റേബിൾ, കുതിരയ്ക്കുള്ള സ്ഥലം. പിന്നെ ഒരു നല്ല കിണറുണ്ട്. ഇവിടെ എന്തോ ഷൂട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, ഇവിടെ എന്തോ പരിപാടിയുടെ ഷൂട്ട് നടക്കുകയാണ്. ആ സിനിമയുടെ സീനൊക്കെ അതിൽ പടം വരച്ചു. സായി രാധാ ഹെറിറ്റേജ് ഗുത്തു ഹൗസ്. എക്സ്പീരിയൻസ് ദ ഗ്രാൻഡർ ഓഫ് എ ടിപ്പിക്കൽ ഗുത്തു ഹൗസ് എ സീൻ ഓൺ കാന്താര. ഇതാണ് ഇവിടുത്തെ ടിപ്പിക്കൽ ഹൗസാണ് ഗുത്തു ഹൗസ്. അപ്പോൾ ഇവിടെ ഷൂട്ടൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ബുക്കിംഗ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ, നൈസ്. രക്ഷയില്ല. കാന്താര ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ പരിചയം ഇവിടെ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് നടന്നത്. അതിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വീടാണിത്, കാന്താര ഹൗസ്. അപ്പോൾ ഇത് ഷൂട്ടിന് വേണ്ടി അവർ കൊടുക്കും കേട്ടോ, പെർ ഡേ എന്നൊക്കെ പറഞ്ഞ് അത് ബുക്ക് ചെയ്താൽ കിട്ടും. അതിൻ്റെ ബുക്കിംഗ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊരു ഭംഗിയല്ലേ ഇത് കാണുമ്പോൾ. നമുക്ക് ഇതുപോലൊരു വീട് വയ്ക്കാൻ തോന്നുമല്ലേ. നല്ലൊരു ട്രഡീഷണൽ ഹൗസ്, നിറയെ മരങ്ങളും ചെടികളും. ഗുത്തു ഹൗസ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രഡീഷണൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാനർ ഹൗസസ് ആണ്. തുളുനാട്, നമ്മുടെ ഈ കോസ്റ്റൽ കർണാടക, നമ്മളിപ്പോൾ നിൽക്കുന്ന തുളുനാടിലാണല്ലോ. ഈ തുളുനാടിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഭയങ്കര തറവാടുകളെന്ന് പറയില്ലേ, അങ്ങനത്തെ മാനർ ഹൗസാണ് ഈ ഗുത്തു ഹൗസസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് മാട്രിലീനിയൽ ആയിട്ടുള്ള ജോയിൻറ്റ് ഫാമിലീസ് താമസിക്കാനാണ്. ഇങ്ങനെ ഒരുപാട് മെമ്പേഴ്സ്, അതായത് സ്ത്രീകളുടെ സൈഡിൽ, അമ്മ സൈഡിൽ മാട്രിലീനിയൽ ഫാമിലീസിൽ വരുന്ന ജോയിൻറ്റ് ഫാമിലീസിൽ അത്തരക്കാർ. ഇപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയുടെ ഹൗസ് ആയിരിക്കും, ഒരാളൊന്നും ആയിരിക്കില്ല, കുറേ കുടുംബക്കാരുണ്ടാവും ഇതിനകത്ത്. ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് റൂഫ്സ് ഉണ്ടാകും. അതൊരു മാംഗ്ലൂരിയൻ സ്റ്റൈലാണ് കേട്ടോ. മാംഗ്ലൂർ ടൈൽസും പിന്നെ ലാർജ് ആയിട്ടുള്ള ഓപ്പൺ കോർട്ട് യാർഡ്സ് ഉണ്ടാകും അകത്ത്. അതുപോലെ വെരാന്താസ് ഉണ്ടാവും. ഒരു ക്ഷേത്രം പോലെയൊക്കെ തോന്നും ചിലപ്പോൾ കാണുമ്പോൾ. ഇതുപോലെയുള്ള ഒരുപാട് ഹെറിറ്റേജ് വില്ലേജസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഗുത്തു ഹൗസസ് കാണാൻ പറ്റും. ഗുത്തു, GUTHU, ഗുത്തു ഹൗസസ്. അപ്പോൾ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര സംഭവമാണ്. സ്പ്രോളിംഗ് ആയിട്ടുള്ള ലേ ഔട്ട്സാണ്. ടീക്വുഡിൻ്റെ പില്ലേഴ്സ് ഉണ്ടാവും അകത്ത് കയറി കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് യൂസ് ഓഫ് ഫുഡുണ്ട്. അഗ്രികൾച്ചർ ഇൻഗ്രീഡിയൻസ് ഓവർലുക്ക് പാഡി ഫീൽഡ്സിനെയൊക്കെ അഭിമുഖീകരിച്ചിട്ട് ഇത്തരം വീടുകൾ ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഗുത്തു ഹൗസസ് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മാനർ ഹൗസാണ്. കോസ്റ്റൽ കർണാടകയിലെ ബണ്ട് കമ്മ്യൂണിറ്റിയുടെയാണ്. അപ്പോൾ വലിയ പഴയ തറവാടുകളൊക്കെ ഇങ്ങനെയാണ്. ഒരുപാട് പാഡി ഫീൽഡുള്ള ആൾക്കാർ, ഒരുപാട് കൃഷി സ്ഥലങ്ങൾ. അപ്പോൾ മാട്രിലിനിയൽ ഫാമിലീസിലാണെങ്കിൽ അവരുടെ അമ്മയുടെ തറവാട് എന്നൊക്കെ പറയില്ലേ, ജോയിൻറ്റ് ഫാമിലി താമസം. ഇത് വലിയ കിണറുണ്ട്. ഇതും ഒരു ടിപ്പിക്കൽ ഒരു പാറ്റേൺ പോലെയാണ്. ഇതിനകത്ത് ഓരോ മീനൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മീനൊക്കെ കണ്ടു ഞാൻ. ഇത് കിണറിൽ നിന്നും വെള്ളം എടുക്കുന്ന രീതി കണ്ടു. ദിസ് ഇസ് ഹൗ ദേ ടേക്ക്. പണ്ടത്തെ കാലത്തെ രീതി, ഒരു റീക്രിയേഷനാണ് ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ ഇത് ശരിക്കും ഒരു സിനിമ സെറ്റൊക്കെ ആക്കാൻ പറ്റിയ രീതിയിൽ ഗൂസിനെയൊക്കെ വളർത്തുന്നുണ്ട്, കുതിരയുണ്ട്, എല്ലാം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി. ഇത് ശരിക്കും അല്ലാണ്ടൊരു അങ്ങനത്തെ ഒരു ഹൗസ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിനെക്കാട്ടി മനോഹരമാണ്. ഈ നമ്മുടെ നാട്ടിലെ 8 കെട്ട് 4 കെട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കോർട്ട്യാർഡും അകത്ത് 8 കെട്ട് പോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ അറിയാം, ഇവിടെ നോക്കുമ്പോഴേ കാണാം. പക്ഷെ അത്ര ഡീറ്റെയിലായിട്ട് അകത്ത് പോകാനായിട്ട് സമയമില്ല. മാത്രമല്ല അവരുടെ പെർമിഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇത് ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു തുളസിത്രയൊക്കെ ഉണ്ട് അകത്ത്, ആ 4 കെട്ടിനകത്ത്. ഇതിന് ചുറ്റും ഇത്രയും വലിയൊരു മുറ്റവും. ഇതൊരു ബ്യൂട്ടിഫുൾ ഹൗസ്. അലക്സ എന്ന പേര് തോന്നുന്നു. ഹലോ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കാണുമ്പോൾ. ഗുത്തു ഹൗസ്, ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ ഒരു കോസ്റ്റൽ കർണാടകയുടെ ബണ്ട് കമ്മ്യൂണിറ്റിയുടെ ഹൗസാണ്. ഒരു ആൻസിസ്ട്രൽ മാനറാണ്, വെറും ഹൗസല്ല. ഇതൊരു വലിയൊരു തറവാട് വീടെന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ. അപ്പോൾ ഇത് കാന്താര ഹൗസാണ്. നമുക്ക് പരിചയമാകതെയാണ് സിനിമയിൽ കണ്ടിട്ട്, ദ കാന്താര ഹൗസ്. ഓക്കെ, ഇനി ഉടുപ്പിയിൽ ചെന്നിട്ട് വേണം ഇനി അടുത്ത സ്റ്റോപ്പ്. 20 minutes മോർ ഉടുപ്പിയിലെത്താൻ. 20 കിലോമീറ്റർ.
പുതിയ ക്ഷേത്രം ഓൺ ദ വേ ആണ്. ഗോപുരമൊക്കെ റെഡിയായി. നോക്കിയേ, നല്ല ഭംഗിയില്ലേ. ഇതെല്ലാം വഴിക്കാഴ്ചകളാണ്. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കണ്ടുപോകാം. ഉടുപ്പിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയം, ലഞ്ച് ടൈമായി. ഇപ്പം സമയം 1:15. അപ്പോൾ നമുക്കെന്തായാലും ലഞ്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം പരിപാടികൾ. ന്യൂ ഫിഷ് ഫാക്ടറി സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഉടുപ്പിയിലും ഇഷ്ടംപോലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, വെജിറ്റേറിയനും ഉണ്ട്. പക്ഷേ ഇതൊരു 3ാമത്തെ നില വരെ കയറണം, അത്രേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് പഴയതാണ് പേര്, പക്ഷേ കുറച്ച് കയറി പോകും. ഇത് ഭയങ്കര സ്പെഷ്യൽ ഫിഷ്, നല്ല മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഇലയിലെ ഊണ്. ഓക്കെ, കൈയെല്ലാം ഓൾറെഡി കഴുകി കഴിഞ്ഞു. ഇനി നമ്മുടെ ഇലയൊന്ന് വൃത്തിയാക്കി. ചാറ്, മാംഗോ മാംഗോ പിക്കിൾ, जिंजर चटनी, जिंजर चटनी, गार्लिक और വാട്ട് ചട്നി? जिंगा പ്രോൺസ്. ഓക്കെ, ജിങ്ക ചട്നി. അതായത് ജിങ്ക എന്ന് പറയുന്നത് ജിങ്ക പ്രോൺസ്, കൊഞ്ചുപൊടി ചമ്മന്തി. ഈ സബ്ജി വെണ്ടയ്ക്ക. ഓക്കെ, വെണ്ടയ്ക്ക. ഇവിടെ ഒട്ടും അവരുടെ ഭാഷ തുളു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് കൊങ്ങിണീസ്, ഇപ്പോൾ തുളുനാടാണ്. അപ്പോൾ തുളുവാണ് ഇവരുടെ ഭാഷ. കർണാടകയാണെന്ന് പറഞ്ഞാലും നോർത്ത് സൗത്ത് ഇങ്ങനെ കർണാടകയുടെ പല ഭാഗങ്ങളും ഡിഫറെൻറ്റ്. ഇത് കോസ്റ്റൽ കർണാടകയാണ്. സോ ഹിയർ തുളുവാണ് മോസ്റ്റ്ലി ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക പൊരിയലാണോ ഇവർ തോരൻ എന്താ പറയുന്നത്? അവരുടെ ഒട്ടും അവർക്ക് ലാംഗ്വേജ് പറ്റില്ല. നമ്മുടെ ബങ്കട പുളിമൂഞ്ചി അതാണ് ബങ്കട കറിക്ക്. ഇവിടെ പുളിമൂഞ്ചിയാണ്, എരിവും പുളിയും ഒക്കെ ഉള്ള അയല. കോംഫ്രറ്റ് മസാല ഫ്രൈ. ഇത് ആവോലി, വെള്ള ആവോലിയുടെ മസാല ഫ്രൈ. ഇത് റൈസ്, ചെമ്പാവരി ചോറ്. അത് സമാധാനം. ഇത് ഒരു ഓവർ കുക്കല്ല, പക്ഷേ ഭേദമാണ്. ചൂടോടെ കഴിച്ചാൽ അത്യാവശ്യം കുക്ക്. ക്രാബ് സുക്ക എന്ന് പറയുമ്പോൾ തേങ്ങയൊക്കെ ചേർന്ന് ഡ്രൈ ആയിട്ട് വരുന്നൊരു കാര്യം. ഇത് തവ ഫ്രൈ. അഞ്ചലീസ് നമ്മുടെ നെമ്മീൻ കിങ് ഫിഷ്, അതിൻ്റെ തവ ഫ്രൈ. ഫിഷ് ഗ്രേവി. ഓഹോ, കുറച്ച് ഫിഷ് ഗ്രേവി സെപ്പറേറ്റ്. നമ്മൾ സാമ്പാറൊക്കെ ഒഴിക്കുന്നൊരു ഫിഷ് ഗ്രേവി ഒഴിച്ചു തന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഉള്ളി, നാരങ്ങ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫേമസ് കടയാണ് കേട്ടോ, ഒരുപാട് പേര് റിവ്യൂസൊക്കെ ഉള്ള കടയാണ്. കഴിച്ച് തുടങ്ങിയാലോ? കിങ് ഫിഷിനെ തന്നെ ആദ്യം പോകാം. ഓക്കെ, എന്തായാലും ഈ ഭാഗത്ത് മാൽപ്പേ ഇങ്ങനെ കുറേ ബീച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ നിന്നെല്ലാം നല്ല ഒന്നാന്തരം ഇത് ഹാർബറാണ്, ഫിഷ് കിട്ടും. അതുകൊണ്ട് ഇവർക്ക് ഫിഷ് ഒരു പ്രശ്നമേ അല്ല. പിന്നെന്താ പറയുക, എല്ലാത്തിൽ നിന്നും ഞാൻ ഇച്ചിരി എടുക്കുവാണ്. ഇതാണ് വെള്ള ആവോലി. ആവോലിയുടെ വിത്ത് ഗ്രേവി മസാല ഫ്രൈ ആണ്. ഓക്കെ, ഇത് മോര് കുടിക്കാനായിട്ട് മോര് കൊണ്ടുവരുന്നു. അത് മാംഗ്ലൂർ ഇവിടെ എല്ലായിടത്തും ഈ കടകളിൽ ഫസ്റ്റ് മോര കൊണ്ടുവരുന്നത്. പിന്നെന്താ, ഇനി അയല, ബങ്കട. നമ്മുടെ ബങ്കട എടുക്കാം. ബങ്കട പുളിമൂഞ്ചി പറയുമ്പോൾ പേര് ഭയങ്കര ഫണ്ണിയായിട്ടൊന്നും, പക്ഷെ അത് ഭയങ്കര സംഭവമാണ് ഇവിടെ. ഞാനെല്ലാം എൻ്റെ ഇലയിലേക്ക് മാറ്റുകയാണ്. പിന്നെന്താ, ക്രാബ്. സീ ഫുഡിലെ പ്രധാനമാണല്ലോ ക്രാബ്. ഇത് ക്രാബ് സുക്ക. ക്രാബിനെ കിട്ടി. കുറച്ച് തേങ്ങ അരപ്പാണ്. തുടങ്ങിയാലോ? യെസ്. പ്ലെയിൻ ഫിഷ് ഗ്രേവിയും അടിപൊളി. ഇനി ബങ്കട പുളിമൂഞ്ചി നോക്കിയേ, നല്ല ഫ്രഷ്. എൻ്റെ ഗ്രേവിയും മീനിൻ്റെ പീസും ഗംഭീര. ചെമ്മീൻ ചമ്മന്തി നോക്കട്ടെ. ഹലോ, അടിപൊളി.
ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, വെണ്ടയ്ക്ക. ഈ ഇത്രയും സീ ഫുഡ് ഉള്ളപ്പോൾ വെണ്ടയ്ക്ക പോയി. നല്ല കറി. ഞണ്ട് ഫ്ലഷ്, ക്രാബിൻ്റെ അകത്തെ ഫ്ലഷ് ആണ്. അയ്യോ ചൂട് ചൂട് ചൂട്. നല്ല അരപ്പ്. സുക്ക, ക്രാബ് സുക്ക, വെരി നൈസ്. എല്ലാം ഗംഭീരം ഉള്ളാട്ടെ വേറെ എല്ലാ കാര്യങ്ങളും. ഇനി നമ്മുടെ ആവോലി മസാല ഫ്രൈ നോക്കട്ടെ. അതും കൊള്ളാം. വെള്ള ആവോലിയാ. തവ ഫ്രൈ നോക്കാം. ഇവരുടെ അഞ്ചൽ ഫിഷ്. എല്ലാം നല്ല ഫ്രഷ്, നല്ല മസാല, ഓവർ എരിവല്ല, പാകം, എല്ലാം പാകം. അപ്പോൾ ഇതൊരു നല്ല സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്, വരാൻ പറ്റിയതാണ് കേട്ടോ. ഇത് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുഡ് റിവ്യൂസ്, കറക്റ്റാണ്. സമാധാനമായിട്ട് കഴിക്കട്ടെ, എൻജോയ് ചെയ്ത് കഴിക്കാം. ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ ആളെത്തിക്കഴിഞ്ഞു. ഓക്കെ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടുത്തെ കിച്ചനും റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തുമെല്ലാം. ഇത്രയും വലിയൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈച്ച പോലും ഇല്ല കേട്ടോ. സാധാരണ മീനൊക്കെ വരുന്നൊരു ഈച്ചയായിരുന്നു, ഇനിയെങ്കിലും വരുന്ന. ഇവിടെ അതൊന്നുമില്ല, നീറ്റ്. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുവാണ്. വേറെ തമാശ പറയാം, എല്ലാ പ്രാവശ്യവും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടോണ്ട്, ചെറിയ മേക്കപ്പ് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ഇട്ടാണ് വരുന്നത്. ഏത് സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചാലും ലിപ്സ്റ്റിക്ക് കഴിയും. അത് കഴിയുമ്പോൾ അപ്പോൾ ഒരു ദിവസം എത്ര ലിപ്സ്റ്റിക്കാണ് ഞാൻ കഴിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് ഉപയോഗിക്കണം അല്ലേ, അത് ഉള്ളിലേക്ക് പോവല്ലേ. അപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് എല്ലാ സ്ഥലം വിട്ടു, നല്ല ഭക്ഷണം കഴിച്ചു. സാറ്റിസ്ഫാക്ടറി മീൽസ്, അടിപൊളി. ദിസ് ഇസ് ഗുഡ്. ഫിഷ് ഫാക്ടറി റെസ്റ്റോറൻറ്റ്, ഉടുപ്പി. ആദ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കില്ല. അറിയാലോ, എന്നാൽ പൈസ എല്ലാം കൊടുത്തിട്ട് പോകാം. ഓക്കെ, ബില്ല്. ഇത്രയും കഴിച്ചിട്ടും 4 പേരുണ്ടായിരുന്നു. ഇവിടെ ഫുഡ് സാധാരണ ഫിഷ് കറി ഒന്നും ഇല്ലാത്ത മീൽസിനാണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. പക്ഷേ മീനിൻ്റെ ഗ്രേവിയും കൊടുക്കും, ഭയങ്കര നല്ലതല്ലേ. 50 റുപ്പീസ് മീല്. പക്ഷേ എക്സ്ട്രാ വാങ്ങിച്ചത് എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ 4 പേര് കഴിച്ചു, പ്ലസ് ഓൾ ദി എക്സ്ട്രാസ് 1600 രൂപ ആയിട്ടുള്ളൂ. ഭയങ്കര ലാഭം. ഓക്കെ, താങ്ക് യു, നൈസ് ഫുഡ്. നെക്സ്റ്റ് ടൈം വിസിറ്റ്. ആകെപ്പാടെ തോന്നിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്സ്, അതായത് 3ാമത്തെ നിലയിലാണ്, കുറച്ച് പടി കയറണം, അത്രേ ഉള്ളൂ. ഒരു ഏരിയ വൈസ് അത്ര ഭയങ്കര മോശമില്ല, പക്ഷെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ആംബിയൻസുമാണ്, നല്ല ഫുഡുമാണ്. കരാവലി കോസ്റ്റിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്ലേറ്റിലേക്ക് വരുന്നതെന്നൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഫിഷ് ഫാക്ടറി ഉടുപ്പി എന്ന് അടിച്ചാൽ മതി, ഈ ലൊക്കേഷൻ അറിയാൻ പറ്റും. ലൊക്കേഷൻ താഴെയൊന്നും ഒരു സുഖമില്ല, ഒരു സ്പെയർ പാർട്സിൻ്റെ കടകളും അങ്ങനെ വർക്ക്ഷോപ്പ് പോലെ ഒരു ഏരിയയാണ്. ബട്ട് ഫുഡ് ഈസ് വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറമേയുള്ള കാഴ്ച നോക്കണ്ട, അകത്ത് പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഉടുപ്പിയിലെത്തി. ഉടുപ്പി എക്സ്പ്ലോറേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഇത് നമ്മൾ സീ ഫുഡിലാണ് തുടങ്ങിയത്. ഇനി ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വസ്ത്രമൊക്കെ മാറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഉടുപ്പിയിൽ തന്നെ എനിക്കിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ് പോകാൻ ആഗ്രഹം. അത് ഫെറിയിൽ കയറി പോകണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരെ ഇനി ഹോട്ടലിലേക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കട്ടെ. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. വളരെ സന്തോഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഉടുപ്പി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ